Hi dears, welcome back to Variety Recipes. ഇന്ന് ചിക്കൻ ഫില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു മീൽ മേക്കർ ഗ്രേവിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതുമാണ്. ഇത് പൊറോട്ട, ചപ്പാത്തി, പൂരിക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സീസണിങ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുക, വൈറ്റ് വിനീഗർ. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അര കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഈ സോസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കണം. ഒരു കുടം വെളുത്തുള്ളി, ഒരു 12-15 അല്ലി കാണും. അത് നമുക്കൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ അണിയൻ വേണം, സ്പ്രിങ് അണിയൻ. അതും നമുക്കിതുപോലെ ചോപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഫില്ലറ്റ്സ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ ഫില്ലറ്റ്സ് പോലെ തന്നെ നല്ല നേരിയതായിട്ട് ചരിച്ചോ അല്ലെങ്കിൽ നീളത്തിലോ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഓരോ പീസും 2 സൈഡിലും ഒന്ന് വരഞ്ഞു കൊടുക്കാം. 2 സൈഡിലും പതിയെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഞാനതെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കനിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 2 ടീസ്പൂൺ സോയ സോസ് ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക, വെജിറ്റബിൾ ഓയിൽ. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മൂടി വെച്ച് 8 തൊട്ട് 10 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തുറന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ തുറന്ന് ഇതിലേക്ക് സീസണിങ് സോസ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഇളക്കി കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് സ്പ്രിങ് അണിയനും കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സെസമി ഓയിൽ ചേർത്ത് കൊടുക്കാം. സെസമി ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ഫില്ലറ്റ്സ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ചിക്കൻ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഡിഷാണിത്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.